ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഉള്ളിക്കറിയുടെ റെസിപ്പിയാണ്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കാരണം ഇതിൽ നമ്മൾ തേങ്ങ വറുത്തരച്ച് ചേർക്കുന്നുണ്ട്. അതുകൊണ്ടിട്ടാണ് നമ്മുടെ ഉള്ളിക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഉള്ളിക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ വലിയൊരു നാരങ്ങ വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. വാളംപുളി. ഈ വാളംപുളി നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ വാളംപുളിയുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. തേങ്ങ ഇട്ട് കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വറുത്തെടുക്കുന്നുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരേക്കും നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഏകദേശം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം കൂടെ ഒന്ന് വറുത്തെടുക്കുക. ഇപ്പോൾ നമുക്കിവിടെ തേങ്ങ വറുക്കണേൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ തേങ്ങ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ മുളക് പൊടി 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടമനുസരിച്ച് തന്നെ കുറച്ചും കൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ സമയം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ചൂടി കിടന്നിട്ട് വേണം നമ്മുടെ ഈ പൊടികളൊന്ന് വേകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതല്ലെങ്കിൽ നമ്മുടെ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ വറുത്തെടുത്ത തേങ്ങ ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ചൂടാറി കിട്ടും. ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ആദ്യം നമ്മൾ കുറച്ചൊന്ന് അരച്ച ശേഷം 2-3 പ്രാവശ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒന്ന് അരച്ചെടുക്കുക. ആദ്യം തന്നെ പെട്ടെന്ന് നമുക്ക് കറക്റ്റായിട്ട് അരച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമുക്ക് തേങ്ങയുടെ ബാറ്റർ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നല്ല നൈസായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്ന പോലെ തന്നെ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് എണ്ണ തെളിഞ്ഞ് നിൽക്കുന്ന പോലെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് അരപ്പ് കുറച്ച് നേരത്തൊക്കെ ഒന്ന് മാറ്റി വെക്കുക. ഇനി ഞാനിതിപ്പോൾ ഒരു കറിച്ചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. മൺചട്ടി നന്നായിട്ട് ചൂടായി വന്ന ശേഷം നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും 3 ഉണക്കമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്നും മുരിഞ്ഞ് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഉള്ളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കിലോ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഉള്ളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി കുറച്ചൊന്ന് വാടണം വരേക്കും നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉള്ളിയുടെ എല്ലാ ഭാഗത്തും ആവുന്നത് പോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിപ്പോൾ നമ്മുടെ ഉള്ളി കുറച്ചൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉള്ളി വാടി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വേവിച്ചെടുത്താലും മതിയാവും. കുറച്ച് നേരം ഒന്ന് അടച്ച് വേവിച്ചെടുത്താലും മതിയാവും കേട്ടോ. ഇനി നമുക്കിതിലേക്ക്
പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പുളിയുടെ ജ്യൂസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പോളം പുളിവെള്ളമാണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആദ്യമേ വറുത്ത് അരച്ച് വെച്ചിട്ടുള്ളത് നമുക്ക് കറിയിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ആ ടൈമിലും നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ കറിക്ക് ഒരു പച്ച രസം വരും, അതുകൊണ്ടിട്ടാണ് വെള്ളം ചേർത്ത് കൊടുക്കാത്തത്. ആദ്യമേ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളറും കിട്ടില്ല, അതുകൊണ്ടിട്ടാണ് നമ്മൾ അരക്കുന്ന ടൈമിൽ വെള്ളം ചേർത്ത് കൊടുക്കാത്തത്. ഇപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കളറ് കിട്ടിയിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കറി നന്നായിട്ട് തിളപ്പിച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് എത്ര ചാറ് വേണം അതനുസരിച്ച് നമുക്കിത് എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് 1 ടീസ്പൂൺ ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അതിനുശേഷം നമുക്ക് നമ്മുടെ കറി ഇറക്കി വെക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കറി പെർഫെക്റ്റായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിക്കറിയുടെ റെസിപ്പിയാണ്, ട്രൈ ചെയ്ത് നോക്കണം. വറുത്തരച്ചു എന്ന് വെച്ചാൽ ടൈം ഒട്ടും പോവില്ല, അത്ര നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കറി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.